കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമായി ചർച്ച നടത്തിയ ശേഷമാണ് രാഹുൽ മണ്ഡലത്തിലേക്ക് പോയതെന്നാണ് അറിയാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ സജീവമാകണമെന്നാണ് DCCയുടെയും മുസ്ലിം ലീഗിന്റെയും നിലപാട്. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യം. അതുകൊണ്ട് തന്നെ എന്തായാലും നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുകയാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു പിന്തുണയുണ്ട് എന്ന ആരോപണം BJP അടക്കം ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതിഷേധം ഇന്നും ശക്തമാകാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും കഴിഞ്ഞ ദിവസം 38 ദിവസങ്ങൾക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മണ്ഡലത്തിൽ എത്തുന്നത്. തന്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹം സജീവമാകുന്നു എന്ന് തന്നെയാണ് ഇന്നലെ നൽകുന്ന സൂചന. ഇന്നലെ അദ്ദേഹം ഓഫീസിലടക്കം എത്തുകയും ചെയ്തിരുന്നു. MLA ഓഫീസിലെത്തി നിവേദനങ്ങളടക്കം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നും അദ്ദേഹം പാലക്കാട് MLA ഓഫീസിലേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ പരിപാടികളിൽ ഇന്ന് അദ്ദേഹം പങ്കെടുക്കും. പാലക്കാട് മണ്ണർകാട് PJ പൗലോസ് KPCCയുടെ സെക്രട്ടറി ആയിരുന്ന PJ പൗലോസ് അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തും. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിലടക്കം പങ്കെടുക്കും. ഈ പരിപാടികളിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെയും തന്നെ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. അവർക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടവും ഈ പരിപാടിയിൽ പങ്കെടുക്കുക. നമുക്കറിയാം, നേതൃത്വത്തിന്റെ ഒരു മൗനാനുവാദത്തോടെയും പിന്തുണയോടും കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ 38 ദിവസത്തിന് ശേഷം മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം തന്നെ KPCC സെക്രട്ടറി, ഒപ്പം തന്നെ MP VK ശ്രീകണ്ഠൻ, ഒപ്പം DCC നേതൃത്വം തുടങ്ങിയവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ടേക്ക് എത്തിയത്. KPCC നേതൃത്വത്തിൽ നിന്നും DCC നേതൃത്വത്തിനടക്കം ഇത് സംബന്ധിച്ച നിർദ്ദേശവും നൽകുന്നു. രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലേക്ക് എത്തുകയാണെന്നോ ആവശ്യമായ പിന്തുണ നൽകണമെന്ന നിർദ്ദേശമടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് DCC നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ വീണ്ടും മണ്ഡലത്തിലേക്ക് സജീവമായി തന്നെ എത്തുന്നു. അതും നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി തന്നെ എത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. MLAയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 20ഓളം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പരിപാടികൾ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ക്ഷേത്രങ്ങളിലടക്കം ദർശനം നടത്തുന്ന അടക്കമുള്ള പരിപാടികൾ ഇന്ന് അദ്ദേഹത്തിനുണ്ട്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട മറ്റ് പരിപാടികൾ, പേഴ്സണലായിട്ടുള്ള മറ്റു പരിപാടികളൊക്കെയും ഉണ്ട്. ആ പരിപാടികളിലൊക്കെയും ഇന്ന് അദ്ദേഹം പങ്കെടുക്കും. ഏറ്റവും കൂടുതൽ ആളുകളെ നേരിട്ട് സന്ദർശിക്കുന്നതിന് തന്നെയാണ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടം മുൻതൂക്കം നൽകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആളുകളെ നേരിൽ കണ്ട് സംസാരിക്കുന്നതിനും നേരിൽ കണ്ട് ചർച്ചകൾ നടത്തുന്നതിനുമായി ഉപയോഗിക്കുകയാണ്. അപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ MLA മണ്ഡലത്തിൽ ഇല്ലാത്തൊരു സാഹചര്യം നേതൃത്വത്തിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന തിരിച്ചറിവോടുകൂടി തന്നെയാണ് രാഹുലിനോട് വീണ്ടും മണ്ഡലത്തിലേക്ക് സജീവമാകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു. കാരണം നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി തന്നെ രാഹുൽ അവിടേക്ക് എത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. DCC നേതൃത്വം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എന്തായാലും നേതൃത്വത്തിന്റെ പിന്തുണയോടെ എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കൂടുതൽ സജീവമാകാൻ തന്നെയാണ് പോകുന്നത്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത്ത്.